അധ്യായം 2 സൂറത്ത് ബഖറ വചനം 142. സയഖൂലു പറഞ്ഞേക്കും, വഴിയെ പറയും, അസ്സുഫഹാഉ ഭോഷന്മാർ, മിനന്നാസി മനുഷ്യരിൽ നിന്ന്, മാ വല്ലാഹും അവരെ തിരിച്ചതെന്താണ്, അൻ ഖിബിലതിഹിം അവരുടെ ഖിബിലയിൽ നിന്ന്, അല്ലതീ കാനൂ അവർ ആയിരുന്നതായ, അലൈഹ അതിൽ നിലകൊള്ളുന്നവർ. ഖുൽ പറയുക, ലില്ലാഹി അല്ലാഹുവിൻ്റേതാണ്, അൽ മശ്രിഖു ഉദയസ്ഥാനം, വൽ മഗ്രിബു അസ്തമയസ്ഥാനവും, യഹ്ദി അവൻ വഴി ചേർക്കുന്നു, മാർഗദർശനം നൽകുന്നു, മയ്യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ, ഇലാ സിറാത്തിൻ പാതയിലേക്ക്, മുസ്തഖീം നേരെയുള്ള ചൊവ്വായ. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. മനുഷ്യരിൽ നിന്നുള്ള ഭോഷന്മാർ അടുത്ത ഭാവിയിൽ പറയും, ഇവർ ഇതേവരെ യാതൊരു കിബിലയിൽ നിലകൊള്ളുന്നവർ ആയിരുന്നുവോ, അതിൽ നിന്ന് ഇവരെ തിരിച്ചുവിട്ടതെന്താണ്? പറയുക, അല്ലാഹുവിൻ്റേതാണ് ഉദയസ്ഥാനവും അസ്തമനസ്ഥാനവും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരെയുള്ള അഥവാ ചൊവ്വായ പാതയിലേക്ക് വഴി ചേർക്കുന്നതാണ്. വചനം 142 വിശദീകരണം. മുമ്പ് പറഞ്ഞതുപോലെ ഏതാനും മാസക്കാലം ബൈത്തുൽ മുഖദ്ദസ് ഖിബലയായി സ്വീകരിക്കപ്പെട്ടതിനു ശേഷം കഅബയെ സ്ഥിരം ഖിബലയാക്കി നിയമിച്ചുകൊണ്ട് അവതരിച്ച വചനങ്ങളാണ് ഇതും തുടർന്നുള്ള ചില വചനങ്ങളും. ഖിബല മാറ്റി നിശ്ചയിച്ചുകൊണ്ടുള്ള യഥാർത്ഥ കൽപ്പന അടുത്ത രണ്ടാമത്തെ അഥവാ 144 വചനത്തിലാണുള്ളത്. അതിനു മുമ്പ് തന്നെ ആ മാറ്റത്തെ തുടർന്ന് ശത്രുപക്ഷക്കാരിൽ നിന്നുണ്ടാവാൻ പോകുന്ന ആരോപണങ്ങളെപ്പറ്റി അള്ളാഹു മുൻകൂട്ടി അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് അടുത്ത ഭാവിയിൽ പറയും എന്നർത്ഥത്തിലുള്ള സയഖൂലു എന്ന വാക്ക് ഉപയോഗിച്ചത്. ആരോപണങ്ങൾക്കുള്ള മറുപടിയും അതോടൊപ്പം അറിയിച്ചിരിക്കുന്നു. കൽപ്പന വരേണ്ട താമസമേ ഉണ്ടായുള്ളൂ. ശത്രുചേരികളിൽ കോലാഹലങ്ങളും തുടങ്ങി. പൂർവ്വ പ്രവാചകന്മാരുടെ ഖിബലയെ അഥവാ ബൈത്തുൽ മുഖദ്ദസിനെ മുഹമ്മദ് പുറന്തള്ളിക്കളഞ്ഞു. അതിലേക്ക് വീണ്ടും തിരിച്ചു വരാതെ ഞങ്ങളവനെ സ്വീകരിക്കുകയില്ല എന്നും മറ്റും യഹൂദികൾ പറഞ്ഞു വന്നു. മുഹമ്മദിന് ഒന്നിനും സ്ഥിരതയില്ല. ഒരിക്കൽ തൻ്റെ പിതാക്കളുടെ ഖിബല അഥവാ കാബ വേണ്ടെന്ന് വെച്ചു. ഇപ്പോഴിതാ വീണ്ടും അതുതന്നെ സ്വീകരിച്ചിരിക്കുന്നു. കുറെ കഴിയുമ്പോൾ ഇതുപോലെ ഞങ്ങളുടെ അഥവാ വിഗ്രഹമതത്തിലേക്ക് തന്നെ അവർ തിരിച്ചു വന്നേക്കും എന്നിങ്ങനെ അറബി മുശ്രിക്കുകളും കപടവിശ്വാസികൾക്ക് സ്വന്തമായ ഒരുറച്ച നിലപാടില്ലാത്തതുകൊണ്ട് അവസരം പോലെ അവരും അതെല്ലാം ഏറ്റുപാടുകയും ചെയ്തു. അധികം ഒച്ചപ്പാടുണ്ടാക്കിയതും ദുർബല ഹൃദയരായ മുസ്ലിങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ കാരണമാക്കിയതും ചില യഹൂദികളായിരുന്നു. മുഹമ്മദിൻ്റെ മതം അള്ളാഹുവിൽ നിന്നുള്ളതല്ല. ആണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ നടപ്പാക്കിയ നിയമം അവൻ പിന്നീട് മാറ്റുകയില്ല. അടിക്കുറിപ്പ്: മതപരമായ ഒരു വിധി മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വിധി കൊണ്ടുവരിക എന്ന അർത്ഥത്തിലുള്ള നസ്ഖിനെ യഹൂദികൾ പാടെ നിഷേധിച്ചിരുന്നു. ഇതിനെപ്പറ്റി 106 വചനത്തിലും വ്യാഖ്യാനത്തിലും മുഖവുരയിലും മുമ്പ് വിവരിച്ചിട്ടുണ്ട്. വിശദീകരണം തുടരുന്നു. സ്വയം നിർമ്മിക്കുന്ന മതമായതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഖിബല മാറ്റിയത് നിമിത്തം മതത്തിൻ്റെ അടിത്തറ തന്നെ പൊളിഞ്ഞുപോയതായി ശത്രുക്കൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നു. ഈ ആരോപണങ്ങളെക്കുറിച്ചോ അവയുടെ വക്താക്കളെക്കുറിച്ചോ വിശദീകരണമൊന്നും കൂടാതെ അവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരൊറ്റ വാക്യം കൊണ്ട് അള്ളാഹു മതിയാക്കിയിരിക്കുകയാണ്. സയഖൂലു സുഫഹാഉ മിനന്നാസ് മാ വല്ലാഹും അൻ ഖിബലതിഹിമുല്ലതി കാനു അലൈഹ. അഥവാ മനുഷ്യരിൽ നിന്നുള്ള ഭോഷന്മാർ പറയും, ഇവർ ഇതേവരെ നിലകൊണ്ടിരുന്നതായ ഖിബലയിൽ നിന്ന് ഇവരെ തിരിച്ചുവിട്ടതെന്താണെന്ന്. ആ ആരോപണങ്ങളെല്ലാം തനി ഭോഷത്വമാണെന്നും ഒന്നും മറുപടി അർഹിക്കുന്നില്ലെന്നും സാരം. അവയത്രയും നിരർത്ഥങ്ങളാണെന്നു കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യം
അവരെ ഓർമ്മിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അഥവാ പറയുക, അള്ളാഹുവിനുള്ളതാണ് ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും, കിഴക്കും പടിഞ്ഞാറുമെല്ലാം അഥവാ ഭൂമിയുടെ മുഴുവൻ ഭാഗവും അള്ളാഹുവിനുള്ളതാണ്. ഏതെങ്കിലും ഒരു നിശ്ചിത സ്ഥാനം ഖിബലയാക്കി ആ ഭാഗത്തേക്ക് തിരിയുവാൻ അവൻ കൽപ്പിച്ചാൽ അങ്ങോട്ട് തിരിയണമെന്നല്ലാതെ ഇന്ന ഭാഗത്തേക്ക് തിരിയൽ അനിവാര്യമാണെന്നു വരത്തക്ക പ്രത്യേകത ഒരിടത്തിനുമില്ല എന്നാണ് ഈ വാക്യത്തിൻ്റെ സാരം. 115-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ വാക്യത്തെപ്പറ്റി മുമ്പ് വിവരിച്ചത് ഓർക്കുക. ഇന്ന ഭാഗത്തേക്ക് തിരിയണം എന്ന് അള്ളാഹു കൽപ്പിച്ചാൽ യുക്തിമത്തായ ചില തത്വങ്ങൾ അതിലുണ്ടായിരിക്കുമെന്ന് തീർച്ചയാണ്. അത് ചോദ്യം ചെയ്യുവാൻ മനുഷ്യർക്ക് അധികാരമില്ല. നിരുപാധികം ആ കൽപ്പന അനുസരിക്കലാണ് മനുഷ്യരുടെ കടമ. അതാണ് നേർക്കുനേരെയുള്ള മാർഗം. ആ മാർഗമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്കേ അതിനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം നബിയാൽ തൗഹീദിൻ്റെ കേന്ദ്രമായി സ്ഥാപിക്കപ്പെട്ട കഅബയെ ഖിബലയാക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ പാതയിലേക്ക് വഴികാട്ടുന്നു എന്ന വാക്യത്തിലടങ്ങിയ ആശയം. സത്യവിശ്വാസികളോട് അള്ളാഹു പറയുന്നു,